നമ്മുടെ വീട്ടിൽ ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ് ചൂല് കേട്ടോ. മുറ്റം കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ കൂടുതൽ ഒരു ചൂല് നിൽക്കില്ല. ഈ സാധനം ഒടിഞ്ഞു പോകും. ഈ വലിയ ഇലയും ചെറിയ കരടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂലാണ്. സ്റ്റീൽ ടൈപ്പാണ് വരുന്നത്. ഇത് ഒടിഞ്ഞു പോകുന്നുള്ള പരാതി വേണ്ട. ചെറിയ കരടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോരും, വലിയ ഇലകളും പോരും. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് അമ്മയും ഗീത്തും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കളം സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടും ഒരു ചെത്തി എടുത്തിട്ടുണ്ട്. മഴ പെയ്തു വന്നായിരുന്നു, പക്ഷേ നമുക്കിങ്ങനെ വാങ്ങിക്കുന്ന പൂവും കുറേ പൂക്കളും നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്കെന്താ കളം നല്ല ഭംഗിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിത് മഴക്കോട്ട് ഇട്ടിട്ട് കള്ളം ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാറുമോളും കോട്ടിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളം ഇതുപോലെ ആക്കി കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. കള്ളം അങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കലാണ് കുറച്ചും കൂടെ മെനക്കേടുള്ള പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് കുറേ നാളായി. നമ്മുടെ താക്കോലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ആണിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പശ മതി കേട്ടോ. ആ പശേനെ പറ്റി ഞാൻ പറയാം. ഇതിലിപ്പോൾ എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ജിയോൻ്റെ നിഗിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഒരു സ്റ്റാൻഡ് കിട്ടിയായിരുന്നു. അതിലാണ് എല്ലാ താക്കോലും കുന്നുകൂട്ടി വെച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു ഐറ്റം കിട്ടിയപ്പോൾ അതിൽ നമ്മൾ താക്കോൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് താക്കോൽ വെക്കാം. ഈ ഒരു പശേനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അമ്മിക്കുഴ വരെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമുകൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ മേടിച്ചിട്ട് ഫ്രെയിംസ് മേടിച്ച് അതിൽ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ആണിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു മടിയുണ്ട്. ഈ പശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഈ പശ ബാക്കിൽ വെച്ചിട്ട് ഈ ഫ്രെയിംസ് മൊത്തം ഞാൻ ഒട്ടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പശ മതി. ഒരു ഡബിൾ ടാപ്പാണ്, പക്ഷേ നോർമൽ ഡബിൾ ടാപ്പ് പോലെയല്ല. ഇതങ്ങനെ ഉരിഞ്ഞൊന്നും പോവത്തില്ല. ഈ ഫ്രെയിംസ് ഫുള്ള് ഞാൻ കൂടുതലും കാശിക്കുട്ടനെ പാറുമോളുടെയാണ് ഉള്ളത്. കാരണം പാറുമോളുടെ റൂമിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് വാങ്ങിച്ചത് തന്നെ. അപ്പോൾ ഈ ഫ്രെയിമും ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവൈലബിൾ ആണ്. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അവിലും റോബസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് വേണം ഓണത്തിരക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.